ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ സഹപാഠികൾക്ക് നേരെ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. മകളുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനെത്തിയ മാതാപിതാക്കൾക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിക്കുന്നതിനിടയിലാണ് മറ്റു വിദ്യാർത്ഥികളുടെ മുഖത്തും സ്പ്രേ പതിച്ചത്. തുടർന്ന് 10 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെയിനിസ് രാജു വിശദവിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച കുട്ടിക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ്? മോത്തി, ഇപ്പോൾ ഈ പെപ്പർ സ്പ്രേ ആക്രമണത്തിൽ ചികിത്സ തേടിയ ഒരു വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ഉണ്ട്. മോളെ, എന്താ പറ്റിയത്? ഇല്ല, എന്താ പറ്റിയെന്നറിയില്ല. ചെന്നപ്പോഴത്തേക്കും പെപ്പർ സ്പ്രേ അവിടെ ഫുള്ളുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ശ്വാസം മുട്ടി ഹോസ്പിറ്റലിലേക്കാണ്. മോള് ബസ്സിൽ നിന്ന് ഇറങ്ങുമായിരുന്നു? ബസ് അവിടെ നിർത്തിയെടുത്ത സംഭവമായിരുന്നു. ഈ സംഘർഷമൊന്നും കണ്ടില്ല. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോത്തി, ഇന്ന് രാവിലെ സ്കൂള് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിനിയും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഈ വിഷയം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് എത്തിയത്. ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കമുണ്ടായ ഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥി കയ്യിലിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ആ പരിസരത്തുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടായി. 8 വിദ്യാർത്ഥികളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇവർക്കാർക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച വിദ്യാർത്ഥിക്കും അതോടൊപ്പം തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥിനികൾക്കും പ്രായപൂർത്തിയായിട്ടില്ല. മാതാപിതാക്കൾക്കും, ഈ സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. സൗഹൃദം ചോദ്യം ചെയ്യാൻ മാതാപിതാക്കൾ നേരിട്ടെത്തി എന്ന് പറയുന്നതിലും എന്തെങ്കിലും അന്വേഷണമുണ്ടോ? കാരണം അത് ആ തരത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നില്ല. പരാതി ഉണ്ടെങ്കിൽ വ്യക്തമായ അധികൃതർക്ക് പരാതി നൽകുകയോ മറ്റോ ചെയ്യാവുന്നതുമാണല്ലോ. ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിനിയും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിനിയുടെ ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. എന്തായാലും ഈ പെപ്പർ സ്പ്രേയുമായി ഈ വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്തിയത് അത് തീർച്ചയായിട്ടും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ആയുധമായി തന്നെ വേണം ഈ പെപ്പർ സ്പ്രേ. തീർച്ചയായിട്ടും പെപ്പർ സ്പ്രേ അത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്.